ഹായ് ചങ്ക്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷിബിൽ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചങ്ക്സ് കിച്ചൺ. നോമ്പൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾക്ക് വൈകുന്നേരങ്ങളിലൊരു കടി ആയാലോ ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊരു ചിക്കൻ വെച്ചിട്ടൊരു പൊക്കവട ഉണ്ടാക്കാം. പൊക്കവട എന്ന് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് മാറ്റം വരും. പൊക്കവട എന്നും പക്കവട എന്നും കൊക്കവട എന്നും അങ്ങനെ പലതരത്തിലാണ് ഇതിൻ്റെ പേരുകൾ. പക്ഷെ നമ്മൾക്ക് എന്തായാലും നമ്മളെ നാട്ടിൽ പൊക്കവട എന്നാണ് പറയാറ്. അപ്പോൾ ഇനി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോയിലേക്ക് പോകും മുന്നേ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. ഓ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിനി ചിക്കൻ കഴുകാനുള്ള പരിപാടികളൊക്കെ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1 kg ചിക്കൻ എല്ലോട് കൂടിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ അടുത്ത് നമുക്കിത് കഴുകണം. അപ്പോൾ സാറേ, നമുക്കിത് കഴുകാല പരിപാടി. കുറച്ച് വെള്ളം ഒഴിക്കടാ. വെള്ളം നല്ല ഒഴിച്ചോ. അപ്പോൾ ചിക്കൻ നല്ലപോലെ ഒന്ന് കഴുകണം. അത് വേണ്ടാത്തതും വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് മതി. നല്ലപോലെ കഴുകണത്. നമുക്കിതേ വേറൊരു പാത്രത്തേക്ക് ആ കൊട്ടൊന്നും എടുക്കുക സാരി. ഒന്നുകൂടി കഴുകാം നമുക്ക്. അത്ര അങ്ങോട്ട് വൃത്തിയായിട്ടില്ല. കുറച്ചുകൂടെ ഇതല്ലേ അത് ഇതിക്കുന്ന ഒഴിക്കാം. ഓക്കെ, മതിരാ. ഓക്കെ, നമ്മൾ ചെറിയ കഷ്ണമെങ്കിൽ ആ എല്ലാ കഷ്ണമാകുമ്പോൾ ഒന്നുകൂടി നന്നാവും പക്കോട ഉണ്ടാക്കുമ്പോൾ. എല്ലില്ലാന്നുണ്ടെങ്കിൽ അത് കഴിക്കാനൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിനി ഏതായാലും അതിന് എന്തൊക്കെ വേണം നോക്കാം നമ്മളെ പക്കോട ഉണ്ടാക്കാൻ. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. നമ്മൾ ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി നമ്മളെടുത്തത് കാശ്മീരി മുളക് പൊടിയാണ് കളറിന് വേണ്ടിയിട്ട്, എരിവും കുറവാകും. പിന്നെ ഗരം മസാല, കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്, ഒരു ചെറുനാരങ്ങ, കുറച്ച് കോൺഫ്ലവർ എടുത്തു, അരിപ്പൊടി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്. അപ്പം നമുക്ക് അതിൻ്റെ മസാല തയ്യാറാക്കാൻ ചിക്കൻ നമ്മൾ കഴുകി മാറ്റിച്ചാൽ എടുക്കണം. മനി അങ്ങ് കൊണ്ട. അപ്പോൾ നമുക്കിനി നമ്മൾ കഴുകി വെച്ച ചിക്കന് പാത്രത്തിലേക്ക് ഇടാം. പിന്നെ ഇതൊന്ന് മസാല കൂട്ടിയെടുക്കാം. പോലെ മസാല കൂട്ടിയെടുക്കാൻ ആദ്യം നമുക്ക് ഇഞ്ചി പേസ്റ്റ് എടുക്കാം. ആ സ്പൂണും കൂടി എന്താ ഇഞ്ചി പേസ്റ്റ്, കുറച്ച് വെളുത്തുള്ളിയും അതേപോലെ പേസ്റ്റാക്കി എടുത്തത്, കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മതി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ നമ്മൾ മുളക് പൊടി കാശ്മീരിയാണ്. അപ്പോൾ എരിവ് അല്ലാതെ ഉണ്ടല്ലോ, കളർ നല്ലതുണ്ട്. അപ്പോൾ ഒരു 3 ടീസ്പൂൺ ഇടാം. ഗരം മസാല, അടുത്ത് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിക്കാം. നമ്മളിവിടെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പകുതി ഇപ്പോൾ എടുക്കുന്നുള്ളൂ. കുരു കളയണം കേട്ടോ. ഇനി നമുക്ക് കോൺഫ്ലവർ കുറച്ചധികം വേണം. ഓക്കെ, അടുത്ത് ഇനി അരിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് മതി. ഓക്കെ, നമ്മൾ എടുത്ത് വെച്ച മല്ലിച്ചപ്പ് കൂടി ഒന്ന് വിതറി കൊടുക്കാം.
ഇതൊന്ന് മിക്സ് ചെയ്യണം, നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു സാധനം വിട്ടുപോയിട്ടുണ്ട്. 2 മുട്ട നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, ആവശ്യമുണ്ട് നമ്മളെ മിക്സ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയാൻ വിട്ടുപോയതാണ്. 2 മുട്ട. പിന്നെ നമ്മൾ ഒരു ചെറുനാരങ്ങ എടുത്താണ്, അതിൻ്റെ ബാക്കി കൂടി പിഴിയാം. കുരു ഉണ്ട് മാറ്റിയെടുക്കാം. ഓക്കെ, പിന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മസാല നല്ലോണം പിടിക്കണം കേട്ടോ. അത് കുഴച്ചിട്ട് നമ്മളൊരു 15 മിനിറ്റൊക്കെ ഒന്ന് മാറ്റി വെക്കണം മസാല പിടിക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ വൈകുന്നേരമൊക്കെ ഉണ്ടാക്കി എടുക്കാം, കുറച്ച് സമയത്തിൻ്റെ പ്രശ്നമുള്ളൂ. അപ്പോൾ മസാല ഏകദേശം സെറ്റാണ്. ഒരു 15 മിനിറ്റ് നമുക്കിതിൽ വെക്കാം. അപ്പോൾ ഇനി ആ സമയം കൊണ്ട് നമുക്കതിൻ്റെ അടുപ്പും സെറ്റാക്കാൻ പോകാം. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ അടുപ്പും സെറ്റാക്കാൻ പോകുമ്പോൾ ഒരു 3 കല്ല് ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഒന്ന് വെച്ച് നമ്മളെ സെറ്റാക്കി നോക്കാം. ഓക്കെ, സലിയാ ഇതൊന്നും എടുക്കടാ പാത്രം. വട്ടം കുറച്ച് കൂടിയിട്ടുണ്ട്, അപ്പം അടുപ്പിക്ക കല്ല്. ഓക്കെ, പരിപാടി. ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം. അപ്പോൾ നമ്മൾ അടുപ്പ് ഏകദേശം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് കത്തിക്കാനുള്ള പരിപാടി നോക്കാം. തീപ്പെട്ടി എടുത്ത് നമ്മൾ വറകൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ അടുപ്പ് ഒക്കെ കത്തിച്ച് നമ്മൾ സെറ്റായിട്ട് നല്ല ചൂട് വരുന്നുണ്ട്. ഞാൻ ആകെ വേർത്ത് കുളിച്ചു. ഇനി നമുക്കതിൻ്റെ ചട്ടി ചൂടായി. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് ഇനി അത് ചൂടായി കാരണം വെളിച്ചെണ്ണ മറ്റേ നമ്മൾ മസാല വെച്ച് ചിക്കൻ ഇതൊക്കെ ഇടാൻ പറ്റും. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ടോ അറിയാനേ ഒരു ചെറിയൊരു പീസ് ഇട്ട് നോക്കാം നമുക്ക് ആദ്യം. ആ, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബാക്കിയുള്ള പീസുകൾ ഇടാം. അടുപ്പിച്ചിടരുത്, കാരണം വേവാനും ഒട്ടിപ്പിടിക്കാനും ചാൻസ് കൂടുതലാണ്. കരിയാതെ നോക്കണം. തീ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ലോണം കത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയും. അപ്പോൾ കരിയാതെ നോക്കിയിട്ട് നമുക്ക് എടുക്കാം. കണ്ടില്ലേ, പിന്നെ ക്രിസ്പി ആയിട്ട് നിൽക്കണം. അപ്പോൾ കരിയാൻ ഇളക്കാതെ നമ്മൾ പതുക്കെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം, നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് ചിക്കൻ ഉള്ളു നല്ലോണം വേണം. പുറമെ മാത്രം മസാല മാത്രം വെന്തിട്ട് കാര്യമില്ല, നമുക്ക് കഴിക്കുമ്പോൾ ഒരു രുചി ഉണ്ടാവില്ല. ചിക്കൻ ഉള്ളു വെന്താൽ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചെറിയ തീയിലെ വേകാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിയാതെ ശ്രദ്ധിക്കണം നല്ലോണം. ഇതാണ് അതിൻ്റെ ചൂടുണ്ടാവുക. അപ്പോൾ നമ്മളെ പക്കോട ഏകദേശം വെന്തിട്ടുണ്ട്, നല്ല പോലെ വെന്തിട്ടുണ്ട്. ഏകദേശം അല്ല, നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് വേറൊരു പാത്രത്തേക്ക് വെക്കാം. ബാക്കി കുറച്ചുകൂടെ ഉണ്ട്, അതും കൂടി എടുത്തിട്ട് ഒറ്റ സംഗതി സെറ്റ്. അപ്പോൾ ഇനി നമുക്കൊന്ന് അലങ്കരിക്കാൻ വേണ്ടി കുറച്ച്
കരിവേപ്പിലും പച്ചമുളകും എണ്ണം കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റി പച്ചമുളക് കരിവേപ്പില അപ്പോൾ നമ്മളെ സംഭവം പക്കോടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ്റെ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാനൊക്കെ നമ്മളെ സ്ഥിരം പുള്ളി തന്നെയാണ് ഇവിടെ ഉള്ളത്, നമ്മളെ വിജു മച്ചാൻ. അപ്പോൾ ആരുടെ തന്നെ ചോദിച്ചാൽ എങ്ങനെയുണ്ട് ഇതൊന്ന് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് നമ്മളെ മച്ചന്മാർക്കൊന്ന് പറഞ്ഞു കൊടുക്ക്. എന്താ അവസ്ഥ? സംഭവം അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഈ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലേ, ചിലപ്പോൾ ഈ തോണ എങ്ങനെയും പറഞ്ഞാലോ. അപ്പം മച്ചാൻ പറഞ്ഞ പോലെ തന്നെ സംഭവം അടിപൊളിയാണ്. എല്ലാവരും വീട്ടിൽ ചെയ്യാം, ഒന്ന് ട്രൈ ചെയ്ത് തന്നെ നോക്കണം. പിന്നെ ഇപ്പോൾ നോമ്പൊക്കെ അല്ലേ, വൈകുന്നേരം ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവം തന്നെയാണിത്. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ.